മിണ്ടൂലേ പിണക്കത്തിലാണ്. അല്ലല്ല ഞാൻ മിണ്ടി ആ ശ്വാസം അപ്പൊ എങ്ങനെ ശ്വാസം 1 2 3 4 1 2 3 4 അങ്ങനുണ്ട്. അതങ്ങനുണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ ഒന്നുകൂടെ 1 2 1 2 3 4 1 2 3 4 1 2 3. അയ്യോ ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? കളിച്ചു കളിച്ചോ? 1 2 3 4 1 2 3 4. അത് കൊള്ളാം. കറി ഒന്നും വയ്യാടാ വയ്യ. മതി 5 മിനിറ്റ് ആയപ്പോ പിന്നെ വാമപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അല്ല അതെ പണ്ട് ഈ കളരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ വയ്യാടാ, പ്രായമൊക്കെ ആയില്ലയോ. അത് ശരിയാ. പണ്ടാണെങ്കിലേ 10 ജിമ്മന്മാർ ഒരുമിച്ച് വന്നാലും അണ്ണ ഒറ്റ അടിക്ക് താഴെ തള്ളിയിടുമായിരുന്നു. ഇപ്പൊ വയ്യ അല്ലേ അണ്ണാ? അത്രയ്ക്ക് അങ്ങ് വയ്യായികയൊന്നുമില്ല. അണ്ണാ സംഭവമാണ് കേട്ടോ, എനിക്കറിയാം. ഇപ്പോഴും അത്യാവശ്യം ഒരു 100 പേരൊക്കെ വന്നാലും അത്യാവശ്യം ഇത്തിരി മണ്ണ് വാരിയിട്ട് അടിക്കാനൊക്കെ എനിക്കറിയാവടാ. പണ്ടേ ഞാനൊരു ദിവസം ചന്തയിൽ പോയപ്പം മണിക്കുട്ടാണ്ണനും കൂടെ വന്നായിരുന്നേ. അപ്പൊ അവിടെ ഒരു വായി നോക്കി എന്റെ പുറകെ ഇങ്ങനെ വന്ന ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചോണ്ട് നിക്കുന്നേ. നോക്കാതെ കുറച്ച് കഴിഞ്ഞപ്പം അവൻ എന്റെ പുറകെ വന്ന് തൊട്ടുരുമിയൊക്കെ നിക്കാൻ തുടങ്ങി. മുഴുവൻ പറയട്ടെ, കേൾക്ക്. എനിക്കാണെങ്കിലേ ദേഷ്യം കൂടെ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന ഒരു വലിയ മത്തങ്ങ എടുത്ത് അവന്റെ തോലയിലിട്ട് ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി പോയി. അവൻ ദേ കിടക്കുന്ന താഴെ. മനസ്സിലായ? മണിക്കുട്ടാണില്ലേ പുറകെ കൂടെ വന്നിട്ട് ഒറ്റ ചവിട്ടവന്. അവന്റെ കമ്പ് ഒടിയുന്ന പോലെ ഒടിഞ്ഞു കിടക്കുന്നു. മഹേന്ദ്ര ബാഹുബലി. അത് കഴിഞ്ഞ അവനെ ആംബുലൻസ് വിളിച്ചാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. നമ്മളെ സിനിമയെ പോലും ഇത്രയും വലിയൊരു അടി കണ്ടിട്ടുണ്ടാവൂല. പൂര അടി അവിടെ. ഇപ്പം അങ്ങനത്തെ വലിയ അടിക്കൊന്നും പോവാറില്ല. വല്ല കുഞ്ഞു കുഞ്ഞു അടികളോ അതുപോലൊക്കെയുള്ള നാടൻ അടിക്ക് പോവാം. വലിയ റേഞ്ച് ഇപ്പൊ ചെയ്യണില്ല. ഇല്ല. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ രാവിലെ എണീറ്റപ്പോ പേടിച്ചു പോയി മാമ. എന്തിന്? അത് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോ ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല അവിടെ. അത് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ? രാവിലെ എണീറ്റ് നോക്കിയപ്പോ രാവിലെ എത്ര മണിക്ക്? ഇപ്പൊ കുറച്ച് 2 മിനിറ്റ് മുമ്പ്. അയ്യടാ, അച്ഛനും അമ്മയെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയി എന്നെ വിളിക്കാത്തത്? എല്ലാരും കൂടെ വിളിച്ചോണ്ട് എല്ലാരും കൂടെ ഇവിടെ കൂടിയിരിക്കുന്നേ. ആളെ ചേട്ടത്തി ലുക്ക് ഒരു രക്ഷയില്ല കേട്ടാ. നമ്മളെ നാടൻ ഡ്രസ്സിൽ തകർത്ത്. ഓ, എനിക്ക് നാടൻ മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ഫാഷൻ കേട്ടോ. പണ്ടേ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ വീട്ടിൽ കരഞ്ഞു വിളിച്ചൊരു ജീൻസ് ഒക്കെ മേടിച്ചിടുമായിരുന്നു. പിന്നെ അതൊക്കെ നിന്നു. പിന്നെ ഇപ്പൊ ഇടാത്തെന്ത്? അണ്ണ സമ്മതിച്ചില്ലേ? സമ്മതിക്കൂലല്ലോ. പട്ടുപാവാടയൊക്കെ ഇട്ട് നടന്നാ മതി. ആര്? അച്ഛനോ? അച്ഛനല്ല, സ്വന്തം സഹോദരൻ. അയ്യേ, അല്ല അന്ന് ഞാന് ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ. അല്ല അവൾക്ക് എന്തെങ്കിലും മോഡേൺ ഡ്രസ് ഇടുന്നുണ്ടെങ്കിലേ അവൾ ഇട്ടോട്ടെ, ഇദ്ദേഹത്തിന്റെ അനുവാദത്തോടെ. അല്ല, അനുവാദത്തിന്റെ പ്രശ്നമല്ല, എനിക്കിപ്പോ താല്പര്യമില്ല, വേണ്ട. അതൊക്കെ എനിക്ക്, ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും നമ്മൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അണ്ണ സമ്മതിക്കുമായിരുന്നു. എല്ലാ ഡ്രസ്സിനും ഓക്കെ ആയിരുന്നു. അതെന്താന്നറിയുമോ മണിക്കൂട്ട, ഈ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഈ കാലത്തിനനുസരിച്ച് വസ്ത്രം മാറും. എന്തോ എങ്ങനെ? കാലത്തിനനുസരിച്ച് തേങ്ങ. ചേച്ചി നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാനും. ഒരു സാധനം ഇടാൻ സമ്മതിക്കൂലേ. ഈ ചുരിദാർ ഇട്ടിട്ട് മടുത്ത് മനുഷ്യൻ. ഞാനല്ലേ കാറ്റ് മാറി അടിച്ചെന്ന് വിചാരിച്ചു. ഇവൾക്ക് നാടൻ ഡ്രസ്സാണ് ഇഷ്ടം. അതുകൊണ്ട് എന്താണ് ഒരു അംഗം കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഇവിടെ ഫുൾ ഫാഷൻ തരംഗമാണ് ഇവിടെ. ആ ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങിന്റെ കഥയൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജെന്യൂൻ ഇഷ്ടം തന്നെയല്ലേ മോഡേൺ ഡ്രസ്സൊക്കെ? അങ്ങനെ പറയാനും പറ്റൂല. നാടൻ ഡ്രസ്സ് തന്നെ താല്പര്യം. ഇട്ടിട്ട് അത് ശീലമായി. പൊന്നു തമ്പുരാനെ, അങ്കിള് കേക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ 18 അടവും പയറ്റി നോക്കി അപ്പച്ചയെ കൊണ്ട് മോഡേൺ ഡ്രസ് ഇടിയിപ്പിക്കാൻ. അവൾക്ക് താല്പര്യമില്ലെന്ന്. നമുക്ക് അകത്തോട്ടിരിക്കാം. സത്യം, വെയിൽ കൊണ്ടുകൊണ്ട് നല്ല ഇതുണ്ടോ? അമ്മ എനിക്ക് മുട്ടയും പാലും വേണം. നടക്കയും അതുപോലെ തന്നെ ആ പടിക്കെട്ടൊക്കെ കയറി ഇറങ്ങിയില്ല അമ്പലത്തിലെ, കാല് വേദനിക്കുന്നു. പാറക്കോവിലിൽ പോയായിരിക്കും. ഏതൊക്കെ അമ്പലത്തിൽ പോയേ? പാറക്കോവില് പോയി, അരകത്ത് പോയി. ഞാനും കൂടി വന്നിട്ട് പോയാ മതിയേ. ഉച്ചക്ക് എല്ലാ അമ്പലത്തിൽ പോകേണ്ടത് രാവിലെ പോണം. ഞാൻ പറഞ്ഞാണ് വണ്ടി പോന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ ചിന്നുവിന് മോഡേൺ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അല്ല അവക്ക് ഏത് ഡ്രസ് ഇട്ടാലും
അവള് സുന്ദരിയാ. അതിനകത്തൊരു സംശയമില്ല. അതാളിയും പറഞ്ഞ കറക്റ്റാ. ആ അവൾക്ക് ഏത് ഡ്രസ് ഇട്ടാലും ചേരും. കാര്യം അവളുടെ ശരീര പ്രകൃതിയാണ് എങ്ങനെയാണ്, സുന്ദരിയാണ് അവള്. ഓ അളിയനെ എന്തൊരു ചർച്ചയാണോന്നോ ഈ കാര്യത്തില്. നമ്മളൊന്നും ഏത് വേഷം ഇട്ടാലും ഇവർക്കൊന്നും കണ്ണിൽ പെടുന്നൊന്നും ഇല്ലേ എന്തോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തോന്ന് ചേരാൻ, വണ്ണം വെച്ച് 2 പിള്ളേരെ തള്ളയായി കിളവിയായി. അങ്ങനെയൊന്നുമില്ല ചേട്ടത്തി. ഇന്ന് ഈ കേരള സാരി ചേട്ടത്തി വന്നല്ല, ചേട്ടത്തിക്ക് 100-ൽ 100 മാർക്ക്. ഇവിടുത്തെ ഏറ്റവും സുന്ദരി ചേട്ടത്തിയാണ് അല്ലേ? എന്റെ വിഷമം കണ്ടെങ്കിൽ നീ ഇത് പറഞ്ഞല്ലോ, മതിയേട്ടാ സമാധാനം. അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. പറ പിള്ളേരെ. അതേനെ രാമൻ പറഞ്ഞ ശരിയാണ് മണി, നീ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. അയ്യോ അവന്റെ പുറകെ പറയാൻ എന്തൊരു സന്തോഷം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, മിണ്ടണ്ട. അല്ല ഞാൻ പറയാൻ പോയതാണ്, അപ്പോഴാണ് രാമൻ പറഞ്ഞത്. പെങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ. ഈ കൂട്ടത്തില് ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ എന്റെ പെങ്ങളാണ്. അല്ല അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് കട്ട അസൂയാണ്. നിന്റെ അടുത്തോ? അതല്ലേ എന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിനക്ക് ഇത്ര ദേഷ്യം വന്നത്. ഇത് നിന്നെ പറ്റി പറഞ്ഞതല്ലേ, എന്നെ പറ്റി പറയാത്തതുകൊണ്ട് എന്റെ പ്രശ്നം. ഭയങ്കര മാമന്റെ അഭിപ്രായത്തില് മോഡേൺ ഡ്രസ്സാണോ നാടൻ ഡ്രസ്സാണോ ഏറ്റവും കൂടുതൽ നല്ലത്? പറ. അതിപ്പം ഈ നാടൻ ഡ്രസ്സാണോ മോഡേൺ ഡ്രസ്സാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നാടൻ ഡ്രസ്സാണോ മോഡേൺ ഡ്രസ്സാണോ നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള അവസ്ഥ നമ്മുടെ ഈ സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തോന്ന് പറയുന്ന അളിയാ? ആശയം വ്യക്തമാക്കുക. അതെ, 2 വെള്ളത്തിൽ കാല് വെക്കരുത്. ഞാൻ പറയാം, വ്യക്തമാക്കാം. മോഡേൺ ഡ്രസ്സാണ് നല്ലത്. അങ്ങനെയൊന്നും അല്ല, അവനവന് ചേരുന്ന ഡ്രസ്സ് ഇടുക. പക്ഷെ ഒരു കാര്യം, അവനവന് ചേരുന്ന ഡ്രസ്സ് ഇടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സിന്റെ ഇതിൽ അല്ല ഓരോരുത്തരുടെ സ്വഭാവം വില. അവനവൻ ചേട്ടൻ ഡ്രസ്സ്, ചേട്ടത്തിക്ക് ഈ ഡ്രസ്സ് നല്ലോണം ചേരുന്ന നമ്മൾ ഇതിട്ടുണ്ട് മാർക്കറ്റ് മീൻ വാങ്ങിക്കാൻ പോകാൻ ഇല്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാൻ പറ്റും. എന്തായാലും നീ ഏത് ഡ്രസ്സ് ഇട്ടാലും യോജിക്കും മോളെ. വീണ്ടും കറങ്ങി തിരിഞ്ഞ് അതിൽ തന്നെ ഞാൻ ഇവിടെ നിന്നാ ശരിയല്ല, ഞാൻ പോണു. അല്ല മണി മണി പണിയായി. ദേഷ്യത്തിലാണ് അമ്പലത്തിൽ അടിക്കാത്ത തേങ്ങ കൂടെ ഇപ്പൊ അടിക്കുമെന്നു. അതെ, ഇനി കുറച്ച് കഴിയുമ്പോഴും രാമങ്കൾ ചിന്നു ഒപ്പച്ചിന്റെ പറയാ കൂടെ ഇതുപോലെ തന്നെ പോകും. ഇങ്ങനെ ചിന്നു അണ്ണാ ഞാൻ ഒന്ന് പുറകെ പോയാലോ? എന്തിന്? എനിക്ക് ആ ത്രില്ല് അങ്ങ് മാറിയില്ല. അവളെ കുറച്ചുകൂടെ ഒന്ന് എരി കയറ്റിയാലേ എനിക്ക് സമാധാനം. അയ്യേ പ്രശ്നമാവടി. അത് കുഴപ്പമില്ലണ്ണാ. പിങ്കി, രാമങ്കൾ അങ്ങനെ പറഞ്ഞ? രാമങ്കൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും അങ്കിളിന് ആഗ്രഹം കാണൂലേ കെട്ടുന്ന പെണ്ണ് കുറച്ച് മോഡേൺ ആവണോന്നൊക്കെ ഉള്ളത്. അത് ശരിയാ കേട്ടോ. ഗൾഫിൽ പോകുമ്പം മോഡേൺ ആവുമായിരിക്കും അല്ലേ അപ്പച്ചി? എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമേരിക്കയിൽ ചെന്നാലും അവിടുത്തെ മദാമയെ കൊണ്ട് സെറ്റ് സാരി ഉടുപ്പിക്കുന്ന ഐറ്റമാണ് എന്റെ അപ്പച്ചി. അപ്പച്ചി എന്തടി ഞങ്ങൾ പറയണൊന്നും കേട്ടില്ലേ? നീ എന്നല്ലേ പറയുന്ന? കേട്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന മിണ്ടാതെ? അതെ, രാമ അങ്കിളിന് ആഗ്രഹം കാണൂലേ ഇച്ചിരി മോഡേൺ ഡ്രസ്സിലൊക്കെ നടക്കണോന്ന്? രാമേട്ടനെ എന്നെ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയല്ല, എന്നെ നല്ലപോലെ അറിയാം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാ മതി. ഇനി എന്തായാലും ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. മാറണമെന്നൊന്നും അങ്കിള് പറഞ്ഞില്ല, പുള്ളിയുടെ ഒരു ആഗ്രഹം. പറഞ്ഞ വിവരം അറിയും കേട്ടാ. അല്ല പറഞ്ഞൊന്നല്ല, ഞങ്ങൾക്കും പിന്നെ ആഗ്രഹമുണ്ട് അപ്പച്ചിയൊന്ന് മോഡേൺ ഡ്രസ്സിലൊക്കെ കാണാൻ. ഒരുമാതിരി നൈറ്റ് പോലത്തെ ഡ്രസ്സും ഇട്ട്. ഇത് നൈറ്റ് ആടി, ചാലേന്ന് 250 രൂപ കൊടുത്ത് വാങ്ങിയാണ്. നല്ല രസമുണ്ട്. ഒരുമാതിരി ബെഡ്ഷീറ്റ് വെട്ടി തച്ച കണക്കുണ്ട്. ഇത് മതി. ഇനിയിപ്പോ എന്തായാലും ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി കേട്ടാ. പറയണ കേളപ്പച്ചി. അതെ, രാമങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഈ ഒരു നാടനായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവര് വിചാരിക്കില്ല മോഡേൺ ഡ്രസ്സുള്ള കുട്ടിയൊന്നും കിട്ടിയില്ലേ ഈ റാമിനെന്ന്. അതെ അതെ, എന്തോ പറഞ്ഞു? അല്ല, അവരുടെ ഒക്കെ ഫ്രണ്ട്സ് എന്താ വിചാരിക്കൂന്ന് രാമങ്ങളുടെ? ഞാൻ ആരെ കല്യാണം കഴിക്കുന്നത്? രാമങ്കളിനെ. റാം അങ്കിളിനെ അല്ലേ, അങ്കിളിന്റെ ഫ്രണ്ട്സിനെ അല്ലല്ലോ. ഇത് മതി കേട്ടാ. കിട്ടിയടി, വയറ് നിറഞ്ഞു. നല്ല കാര്യം. ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോണില്ല. ഇനി നടക്കാൻ വേണ്ട, അവർക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ, അല്ല ഞാൻ എന്ത് പറയാനാണ്? ചുമ്മാ ഇരുന്നാ മതിയായിരുന്നു. അത് ഞാൻ പണ്ടത്തെ ഇവരുടെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, അപ്പച്ചിട്ട് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ചോദിക്കുക. പിന്നുണ്ടല്ലോ, പിന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കണോന്നൊക്കെ തോന്നിയത്?
കടിപ്പെണ്ണ അന്ന് തൊട്ടടുത്ത ദിവസം കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു. കുഞ്ഞല്ലേ തന്നെ. പിന്നെ ഡെയിലി മീശ വരപ്പ്. ആ. നാളെ തൊട്ട് എങ്ങനെ കല്യാണം കഴിക്കാന്നുള്ളതാണ് ചിന്ത. സിബു ഇത് വേണോ? തരാം, എന്റെ ഒരെണ്ണം ഉണ്ട്. ഞാനിത് കഴിച്ചു. ഞാൻ ഇത്ര റൊമാൻറ്റിക് ആയിട്ട് എന്റെ പഴയ അല്ല, നീ പറഞ്ഞോ സ്റ്റെപ്പ് പോകണം അവിടെ. നീ പറഞ്ഞോ കാര്യം ഇതും കൂടെ കൊണ്ടുപോയി കുടിച്ചു. അല്ല വേണ്ട വേണ്ട. അപ്പൊ കല്യാണം കഴിക്കണം തോന്നി. അപ്പൊ അപ്പച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞോ, വലുതായതിനു ശേഷം ഒന്ന് ചെന്ന് പറഞ്ഞോ കല്യാണം കഴിക്കണ കാര്യം? ഇപ്പൊ എന്ത് നിന്റെ കുഴപ്പം എന്താണ്? അറിയാം ഒരാകാംക്ഷ അല്ലേ മക്കളെ കുട്ടാ, നിനക്ക് എന്ത് പറ്റിയടാ? ഒരുപാട് നാളായി ഇത് കഴിച്ചു. ആ മാമനുണ്ടായിരുന്ന പ്രണയം? എനിക്കോ? എനിക്ക് ഇഷ്ടം പോലെ പ്രണയങ്ങളുണ്ട്. ഒരുപാട് പ്രണയമായിരുന്നു. കാറ്റ് പടിയും കൂട്ടി പറ, ഏതൊക്കെ? എനിക്ക് ഈ പ്രകൃതിയോട് പ്രണയമായിരുന്നു, ചെടികളോട് പ്രണയമായിരുന്നു, ഈ എല്ലാ മരങ്ങളോടും പ്രണയമായിരുന്നു. നിങ്ങൾ ഈ ദുശീലങ്ങൾ നടത്താത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കൃഷിയോട് പ്രണയമായിരുന്നു. എനിക്ക് നിന്റെ അളിയനോട് പ്രണയമാണ്, പെങ്ങളോട് പ്രണയമാണ്, നിങ്ങളോ എല്ലാവരോടും പ്രണയമാണ്. ഇപ്പൊ രണ്ടുപേരുടെ വന്ന് രണ്ടുപേരും എവരോടും പ്രണയമാണ്. വലിയ സാഹിത്യം തന്നെ മാമന്. അപ്പൊ ഇതായിരുന്നു പ്രണയം, വേറെ അല്ല മനുഷ്യരോട്? എന്തിനേറെ എനിക്ക് ഇതിനോട് വരെ പ്രണയമാണ്. വേറെ ആരോടും പ്രണയമില്ലായിരുന്നു? എങ്ങനെ? ഏതെങ്കിലും പെൺകുട്ടിയുടെ അടുത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ? ഇങ്ങനെ നാട്ടില് പ്രണയത്തിന് വേറൊരു അർത്ഥമാണ്, അതാണ്. ഇല്ലേ? അങ്ങനൊന്നും അതിനുള്ളൊരു സമയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. കാരണം കുഞ്ഞുനാള് മുതൽ ജോലിയും വീട്ടു ജോലികളും കൃഷിയും മറ്റു കാര്യങ്ങളും അതും ഇതും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ശ്രേയാ കപൂർ ഈ കുഞ്ഞിലെ മുതൽ നമുക്ക് ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ ഇതിന് സമയം കിട്ടൂലല്ലേ? എന്താ ഞാൻ എന്താ കേട്ടോല്ലേ? അല്ല, ഒരു സമയത്ത് ഒരു നടി ഉണ്ടായിരുന്നു, ശ്രേയാ കപൂർ. ശ്രേയാ കപൂർ അത് പിന്നെ ഈ നടി അവരാണെങ്കിലും നടിക്കുന്ന വേറെ ആൾക്കാരാണ്. അത് വേറെ ഒരു കഥ. ഹിന്ദി സിനിമയിലെ പിന്നെ കിടില ഒരു കഥയാണ്. എപ്പോഴും സമയം കിട്ടുമ്പോൾ മാമനോട് ചോദിച്ചാൽ മാമൻ പറഞ്ഞു ചർച്ച ചെയ്താ കിട്ടുമോ ഗൂഗിളില്? രഞ്ജിത്ത് കപൂർ അമ്മാവൻ. ഇത് ഗൂഗിൾ ചെയ്താൽ കിട്ടൂല, കറക്റ്റ് കിട്ടുള്ളൂ, അപ്പഴേ കിട്ടുള്ളൂ. അമ്മേ, ഈ പയ്യന്മാരെയൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ഈസി ആണെന്നറിയോ? മാട്രിമോണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, കാസ്റ്റ് ഇതെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആളെ കണ്ടുപിടിക്കാം. പണ്ട് ഇങ്ങനത്തെ വല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നോ? പണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നോ? അച്ഛനമ്മയും കല്യാണം കഴിക്കാൻ പറയും, മണ്ഡപത്തിൽ ചെന്ന് നേരെ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ചെക്കന്റെ മുഖം പോലും നമ്മൾ കാണുന്നത്. എന്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എന്റെ അടുത്ത് വീട്ടുകാർ ചോദിച്ചു താല്പര്യം ഉണ്ടോന്നൊക്കെ. അതെന്താ അങ്ങനെ? അത് മക്കളെ പണ്ട് ഈ മരുമക്കത്തായമാണല്ലോ, പണ്ടെന്ന് വളരെ മുമ്പ് അത് ഈ അമ്മാവന്മാരാണ് തീരുമാനിക്കുന്നത് അനന്തരവൾക്ക് ആരെ കെട്ടണം. അപ്പൊ അവരെ കുടുംബത്തിലുള്ള ചെറുക്കന്മാരെ തന്നെ, മിക്കവാറും ബന്ധുക്കളെ തന്നെ ആയിരിക്കും, മുറച്ചെറുക്കന്മാരെയൊക്കെ തന്നെ ആയിരിക്കും. അവർ ഉടനെ തീരുമാനിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്തൊന്ന് പറയും, ഇങ്ങനെ അളിയാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ്, നല്ല ചെറുക്കനാണ്, അവൻ പിടിച്ചാൽ കിട്ടി. അല്ല, ഈ പെൺകൊച്ചുങ്ങളുടെ ഇഷ്ടമൊന്നും അവർ നോക്കൂലേ? അപ്പൊ എവിടെ പെൺകൊച്ചുങ്ങളുടെ ഇഷ്ടം നോക്കില്ല, പക്ഷെ അവര് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ചെറുക്കനായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. അവരെ കുടുംബത്തിലുള്ള തന്നെ ഒരു വിശ്വാസത്തിൽ നടത്തും, അത്രേ ഉള്ളൂ. പലപ്പോഴും തകരാറും ഉണ്ടായിരുന്നു. അല്ല, അമ്മ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചനയൊക്കെ വന്ന സമയത്ത് സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ, കെട്ടാൻ പോകുന്ന പുരുഷൻ എങ്ങനെ ആയിരിക്കണോന്നൊക്കെ. അതെന്തൊക്കെയായിരുന്നു? എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല 6 അടി പൊക്കമുള്ള ആള് വേണമെന്നുണ്ടായിരുന്നു, നല്ല പഠിത്തം വേണമെന്നുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു ജോലി വേണം, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അതിനേക്കാളും ഒക്കെ പ്രധാനമായിട്ടേ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാവണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നപ്പം അങ്ങനെ വലിയ സങ്കല്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി ആ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങ് മാറിയപ്പോഴേ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ആള് വേണം എന്നാണ് എന്റെ ഉള്ളിലുള്ള ഒരു സങ്കല്പം. നമ്മുടെ അപ്പച്ചിക്ക് സങ്കല്പമൊക്കെ ഉണ്ടാവോ? അല്ല, ചിലപ്പോ സങ്കല്പം കാണുമായിരിക്കും, പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് പാട്ട് പാടണം, മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യണം, പിന്നെ എന്നെ സ്നേഹിക്കണം. ഇത്രേ ഉള്ളോ? മക്കളെ, ഈ സങ്കല്പം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടണമെന്ന് ശരിയാണ്, നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ആളെ കിട്ടൂല, പക്ഷെ കിട്ടുന്ന ആളെ അതിനനുസരിച്ച് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. തിരിച്ചു അവർക്കും കാണുമല്ലോ സങ്കല്പം. തിരിച്ച് നമ്മൾ അങ്ങോട്ട് അതുപോലെ മാറണമെന്ന് പറയുമ്പോ മാറണം, ഞാൻ മാറേണ്ടി വന്നാൽ മാറണം. നമ്മുടെ കൂടെ ഉള്ളവര് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷം താനേ വരും. അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും മക്കളെ. അതെണ്ണം പറഞ്ഞ കറക്റ്റ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. അതെ,
നമ്മളെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കല്ല്, പങ്കാളിയുടെ സന്തോഷം കൂടെ നോക്കണം. ഈ പങ്കാളിയുടെ സന്തോഷം കൂടെ നോക്കുമ്പോണ്ടല്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരും. ആ ചിരിക്ക് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നമ്മളാണെന്ന് അറിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതൊന്ന് അനുഭവിച്ചറിയണം മോളെ. അല്ലേ മണി? അതെ. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എടീ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം. നമുക്കേ ഈ അങ്ങനെയാണെങ്കിൽ ഈ രാമന്റെയും ചിന്നുവിന്റെ കല്യാണത്തിന് മുമ്പേ തറവാട് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോണം. അത് പാളിയോ? അവിടെയും പോയിട്ട്. ഈ രാമങ്കൾ എവിടെ പോയി? അവരിപ്പോ പുറത്തോട്ടം കണ്ടു പോയിരിക്കാടി. എന്തൊടിയാതെ ആ വീഡിയോ ഇട്ടേ. അളിയാ, ഈ രാമനെ ഇപ്പൊ ഭയങ്കര ഒരു മാറ്റം വന്നിരിക്കുന്ന കേട്ടാ. എന്തോ ഒരു ഉത്തരവാദിത്വമൊക്കെ വന്ന പോലെ. നല്ല പക്വത ഒരു. അതെ, എല്ലാരും എല്ലാ കാലവും ഒരേപോലെ ഇരിക്കുവോ? പ്രായം വരുമ്പോഴത്തേക്ക് അനുസരിച്ച് പക്വതയും വരും. കേട്ടാ. ഇനി ഇതിനൊക്കെ എപ്പ മാറ്റം വരുമെന്ന് അറിഞ്ഞൂടാ. എന്തോന്ന് വരുമെന്ന്? പക്വത അതൊന്നും വരാൻ പോകുന്നില്ല. അല്ലാതെ വരും 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 അവർക്ക് വരും. കൊടുക്ക് മാമാ. എന്തടി? ദൈവമേ, ആറാം തമ്പുരാനില്ലേ ലാലേട്ടനെ പോലെ തന്നെ ഉണ്ട്. പൊളിച്ചു. നീ നാളെ മാറിപ്പോയി കേട്ടോടാ. എവിടെ പോയിരുന്നടാ? നമ്മള് നേരത്തെ സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നമ്മളെ മലയാള തനിമയെന്ന് നമ്മൾ അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമില്ല. അതെ അതെ. പിന്നെ ചിന്നുവിന് ഈ നാടൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടവും. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടല്ലോ. അതെ. നമ്മൾ ഒരാളെ മാറ്റണേക്കാളും നല്ലത് നമ്മളങ്ങ് മാറണാണെന്ന് എനിക്ക് തോന്നുന്നു. എടാ, ഇതേ വാചകം ഉണ്ടല്ലോ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ മാറ്റുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ അങ്ങ് മാറുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഓർത്തില്ല. എല്ലാം പറഞ്ഞു കാണുമായിരിക്കും ഇതൊക്കെ. അളിയാ, എന്തായാലും ഒരു കാര്യം ഉറപ്പായി. അവൻ അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ പോലും അവൻ മാറ്റിവെച്ചു. എന്തിനെന്നറിയുമോ? ചിന്നുവിന് വേണ്ടി. ഇവനുണ്ടല്ലോ അവളെ പൊന്നു പോലെ നോക്കും അളിയാ. മണി പിന്നെ ഉറപ്പല്ലേ? അല്ല, എന്നിട്ട് അവളെവിടെ ചിന്നു? അപ്പച്ചി കിടന്ന് ഉറങ്ങിയായിരിക്കും. പോയി വിളിക്കടാ. അയ്യോ, എങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി അല്ല, വേണ്ട വിളിഞ്ഞു പോയിട്ട്. അപ്പച്ചി, അപ്പച്ചി, ചിന്നു, അപ്പച്ചി. ചിന്നു ഇഷ്ടപ്പെടൂ. പിന്നെ ഇല്ലടാ, അവള് കാണട്ടെ അവളുടെ അപ്പച്ചി, അപ്പച്ചിയേ ഒന്ന് വാ. അല്ലേ? ഞാനേ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ആലോചിച്ചായിരുന്നേ. രാമേട്ടനും മോഡേൺ ഡ്രസ് ആണല്ലോ ഇഷ്ടം. എന്നാ പിന്നെ ഞാനായിട്ട് എന്തിനാ അങ്ങനെ നിക്കുന്നേ? ഞാനും മോഡേൺ ആവാന്ന് വിചാരിച്ചു. നല്ലതല്ലേ? അഭിപ്രായം ഞാൻ പറഞ്ഞാൽ മതിയോ ചിന്നു? ഞാൻ ചിന്നുവിന് സർപ്രൈസ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നത്. പക്ഷെ നീ എന്നെ ഞെട്ടിച്ചളഞ്ഞല്ലേ ചിന്നു. എടാ കുഞ്ഞളിയാ, അതിനൊരു കാര്യമുണ്ട്. പണ്ടുപോലെ പറഞ്ഞു വരാറുള്ള ഒരു ചൊല്ലുണ്ട്, ചേരേണ്ടത് ചേരേണ്ടിടത്തേ ചേരൂ. ഇടി ഞാനേ ഇംഗ്ലീഷ് ഞാൻ ഏതാണ്ട് ഒന്ന് പറയുമല്ലോ. Made for each other. ആ